ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇന്ന് 27 സെപ്റ്റംബർ ഞായറാഴ്ചയാണ്. അന്നക്കുട്ടിയുടെ 11ാമത്തെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വ്ളോഗ് എന്ന് പറയുന്നത് തൊട്ട് മുന്നേ ഇട്ട വ്ളോഗിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് കൂട്ടിയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ അന്നക്കുട്ടിക്ക് വേണ്ടിയിട്ട് റെയിൻബോ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ പകുതി ഓളം ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അത് പോയി കാണാം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇതുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യാനൊക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വ്ളോഗിലേക്ക് കടക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ അന്ന് വൈകിട്ട് അച്ചാച്ചി അമ്മച്ചിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുക ചെയ്തത് ഈ കേക്കിൻ്റെ മുകളിലൂടെ ഒഴിക്കാനായിട്ട്. കേക്കാണ് ഇന്നത്തെ താരം കേട്ടോ. അപ്പം മുകളിലൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ സാധാരണ ഫ്രഷ് ക്രീമാണ് എനിക്ക് തോന്നുന്നു ഇടുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാലും അതിനോടൊപ്പം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷേ അത് കുളമായിപ്പോയി. അത് നമുക്ക് വഴിയെ കാണാം. പിന്നെ ഞാൻ ചെയ്തത് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മേരി സ്ട്രീറ്റ് എന്ന് പറയുന്ന ചാനലിൽ സ്റ്റൗ ടോപ്പ് പിസ്സ, അത് തന്നെ അതേ റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഞാൻ 2 പിസ്സ ഉണ്ടാക്കാനുള്ള ബേസും പിന്നെ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചു. അതാണ് അടുത്ത പടിയായിട്ട് ചെയ്തത്. പിന്നെ ഈ ഇരിക്കുന്നതാണ് നമ്മൾ തലേ ദിവസം ബേക്ക് ചെയ്ത് വെച്ച 6 കളർ കേക്ക്. അത് ഞാൻ അങ്ങനെ തന്നെ വെച്ചു. പിന്നെ അതിലേക്ക് ഒഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്ത് വെച്ചു. അപ്പോൾ ഷുഗർ സിറപ്പിൻ്റെയൊക്കെ റെസിപ്പി ഒത്തിരി വീഡിയോസ് അല്ലാണ്ട് തന്നെ പലരും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തത്, പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്കെന്ന് പറഞ്ഞ് വലിയ സംഭവമൊന്നുമില്ല. വൈകിട്ട് അച്ചാച്ചി അമ്മച്ചി എല്ലാവരും കൂടെ വരുന്നത് കൊണ്ട് ഞാനൊരു നാടൻ ചിക്കൻ കറിയും പിന്നെ കുറച്ച് ബിരിയാണിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയതിന് ശേഷം നെക്സ്റ്റ് ചെയ്തത് പിസ്സ എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് ഒന്ന് സെറ്റ് ചെയ്തു നേരെ ഓവനിലോട്ട് വെക്കുക ചെയ്തത്. അപ്പം അറ്റ് എ ടൈം ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പിസ്സയ്ക്കുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ 2 പാത്രത്തിൽ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വെച്ചതെന്ന് വെച്ചാൽ അറ്റ് എ ടൈം 2 ഒരുമിച്ച് ബേക്ക് ചെയ്യത്തക്ക രീതിയിൽ തന്നെ ഞാൻ ചെയ്തത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊറോണ ലോക്ക്ഡൗൺ ടൈമിൽ വീട്ടിൽ ഇത് ഒത്തിരി പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അച്ചാച്ചിക്കും അമ്മച്ചിക്കും ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ വരുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ കേട്ടോ. എനിക്കൊരു സന്തോഷം, ഞാൻ ഉണ്ടാക്കിയത് അവർക്ക് ഒന്ന് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിസ്സ അങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ കുറച്ചധികം നമ്മൾ നോർമലി ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ, കാരണം വൈകിട്ട് അവരും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതൽ. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ വേറെ വെജിറ്റബിൾസ് ഒന്നും നമ്മൾ വാങ്ങിച്ചില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ കേക്കിൻ്റെ പുറകെ ആയിരുന്നു. കേക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ പുറകെ പോയപ്പോഴത്തേക്കും പച്ചക്കറി വാങ്ങിക്കാൻ വിട്ടുപോയെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ കുറച്ച് സവോള മാത്രം ഇട്ടിട്ടുള്ളൊരു ഉഡായ്പ് ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണി മസാല ഇട്ടിട്ടുള്ള ചോറ്, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. മുകളിൽ വെച്ചത് കുറച്ചൊന്ന് കുറച്ചും കൂടെ ഒന്ന് ഇതിങ്ങനെ കരിഞ്ഞ് വന്നിട്ടുണ്ട്. കരിഞ്ഞല്ല, ഇച്ചിരി കൂടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. താഴത്തെ അല്ലാണ്ട്. അപ്പം അത് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കേക്ക് ഡെക്കറേഷനിലേക്ക് നമ്മൾ കടന്നത്. അപ്പം അന്നേരം അന്നക്കുട്ടി ഓടി വന്നു. അന്നക്കുട്ടിയും കൂടെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം അവളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവളുടെ റെയിൻബോ കേക്ക് എങ്ങനെയായി വരും എന്നറിയാൻ. അപ്പം വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് വിപ്പ് ചെയ്യാന്നൊക്കെ ഉള്ളത് ഞാൻ തലേന്നേ ഒക്കെ നമ്മൾ യൂട്യൂബ് നോക്കി ഒത്തിരി റിസർച്ച് ചെയ്തൊക്കെ വെച്ചിരുന്ന സംഭവം കേട്ടോ. അതുകൊണ്ട് അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ലെയർ ചെയ്യാൻ തുടങ്ങി. വിപ്പിംഗ് ക്രീം എല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് അതിൻ്റെ പുറത്ത് നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ഇട്ട് അത്യാവശ്യം ലെയർ ചെയ്തു. എന്തായാലും എടുത്ത ക്വാണ്ടിറ്റി, വിപ്പിംഗ് ക്രീമിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ എടുത്തത് കറക്റ്റായിരുന്നു. ഒന്നും തന്നെ മിച്ചം ഒന്നും വന്നില്ല. അപ്പം പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനൊരു കേക്ക് സാധാരണ ബേക്ക് ചെയ്യാറുണ്ടെങ്കിൽ ഇതുപോലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണേ. അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഇതിൻ്റെ പുറത്തുകൂടെ ഒഴിക്കുന്ന പരിപാടിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്ത് വെച്ചത്. പക്ഷേ പണി പാളി. എന്നുവെച്ചാൽ മറ്റേ ഡിസ്റ്റംബറൊക്കെ ഒലിച്ചു പോകുന്ന പോലെ ഇതങ്ങ് ഒലിച്ചു പോയി കേട്ടോ. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു.
എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയ കൺസിസ്റ്റൻസി തെറ്റിപ്പോയി. അതുകൊണ്ട് സംഭവം മൊത്തം അങ്ങ് ഒലിച്ചു പോയി. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഞാൻ അതിൻ്റെ പുറത്ത് സ്പ്രിങ്കിൾസും ജെംസും ചെറിയൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ച് എന്താ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും അന്നക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ പിടിക്കല്ലേ, ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? എന്നാ പോയിക്കാം, നമുക്ക് ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. സമയമാകുമ്പം എടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ തന്നെ ഏതാണ്ട് സമയം 4 മണി 5 മണിയൊക്കെ ആയി. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ പിള്ളേർ മിക്കവാറും ഈ ഒരു സമയത്ത് പുറത്തിങ്ങനെ ഇവർ കളിക്കാനായിട്ട് പോകും. കളിക്കാമെന്ന് പറഞ്ഞാൽ ഈ മുറ്റത്ത് കിടന്ന് ഇങ്ങനെയുള്ള കളി മാത്രമേ ഉള്ളൂ. അതും വല്ലപ്പോഴേ ഉള്ളൂ. നല്ല കൊതുകാണിപ്പം. അതുകൊണ്ട് അധികമൊന്നും ഇറക്കാറില്ല. എന്നാലും അവർ കളിക്കാനായിട്ട് ആ വഴി പോയി. അപ്പോഴത്തേക്കും തന്നെ ഞാൻ തളർന്നു. ഇനിയിപ്പം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ചാണേലും നടന്നില്ല. അത് അവസാന നിമിഷമാണ് വിജു പോയിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതുപോലെ മെഴുകുതിരി വാങ്ങിക്കാനായിട്ട് ഈ ലാസ്റ്റ് മിനിറ്റ് പോയെങ്കിലും വാങ്ങിക്കാണ്ട് ഇങ്ങനെ തിരിച്ചു വരികയും ചെയ്തു വിജു. അപ്പം എന്തായാലും ലാസ്റ്റ് മിനിറ്റ് ഡെക്കറേഷനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ 5:45 ആയപ്പോൾ പതുക്കനെ ഇതുങ്ങളെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് നിർത്തി. പിന്നെ മേക്കപ്പ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ല. മുഖത്ത് പൗഡർ പോലും ഇടാത്ത പിള്ളേരാ. അപ്പോൾ ജസ്റ്റ് ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകി സ്ലൈഡൊക്കെ ഒന്ന് കുത്തി നിർത്തി, അത്രയേ ഉള്ളൂ. മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. ഇനി ആനിക്കുട്ടിക്ക് ഫോട്ടോ എടുക്കാനാണ് വെച്ച് തന്നെ ഉടനെ അതെല്ലാം മാറ്റി. ഫസ്റ്റ് അത് വാങ്ങിക്കണം. അപ്പോൾ ഒരുങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചിയും ദീപുവും ഇങ്ങെത്തി. അച്ചാച്ചി പള്ളിയിൽ പോയിട്ടാണ് വന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയതിന് ശേഷമാണ് അച്ചാച്ചി വന്നത്. അപ്പോൾ ദേ ആനിക്കുട്ടി ഗൗൺ പിടിച്ചേക്കുന്നുണ്ടല്ലോ. അവളുടെ ഫസ്റ്റ് ഗൗണാണ്. അവൾക്ക് ഇതുവരെ ഗൗൺ പോലെ, അതായത് ഫുൾ നീളത്തിൽ ഡ്രസ്സൊന്നും തയ്ച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളത് പൊക്കി പിടിച്ചോണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. വലിയ ആൾക്കാർ സിനിമയിലൊക്കെ കാണുന്ന നമുക്ക് പൊക്കി പിടിച്ചോണ്ടാണ് നടക്കുന്നത്. അപ്പം അതൊരു രസമായിരുന്നു കാണാൻ കേട്ടോ. അവളോട് ആരും പറഞ്ഞു കൊടുത്തതൊന്നുമല്ല, പക്ഷെ അവളത് പൊക്കി പിടിച്ചോണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി കാണുന്നത് ആസ് യൂഷ്വൽ ഫോട്ടോ ഷൂട്ടാണ്. ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ മാത്രമേ 2 നല്ല ഫോട്ടോ നമുക്ക് കിട്ടാറുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം അധികം നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. പിള്ളേരടങ്ങി നിൽക്കണ്ടേ, അതാണ്. ഫാമിലി ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാനും ബിജുവും കൂടെ ഉള്ള ഫോട്ടോസാണ്. അത് വളരെ റെയറായിട്ടേ കിട്ടത്തുള്ളൂ. വർഷത്തിലൊന്നെങ്ങാനും കിട്ടിയെങ്കിലായി. അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചാച്ചി ഇങ്ങെത്തി. അച്ചാച്ചിനെ അമ്മച്ചിനെയൊക്കെ കണ്ടിട്ട് തന്നെ ഒത്തിരി നാളായി കേട്ടോ. ഞാനിപ്പം ലോക്ക്ഡൗണിന് ശേഷം അങ്ങോട്ടും അധികം പോകാറില്ല. ഏതോ ഒരു എനിക്ക് തോന്നുന്നു 1 മാസത്തിന് മുന്നെയാണ് ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്ന് വീട് വരെ പോയി എന്നുള്ളതേ ഉള്ളൂ. പിള്ളേരാണേലും കണ്ടിട്ട് 2-3 മാസത്തോളമായി. അപ്പം അവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുവാണേ.
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തവണ കേക്കാണ് താരം. അന്നക്കുട്ടീനെക്കാട്ടിലും സ്പെഷ്യൽ എന്ന് പറയുന്നത് റെയിൻബോ കേക്കാണ് നമുക്ക് കേട്ടോ. അന്ന എങ്ങനെ ആനക്കൊരു കഷ്ണം എങ്ങനെ കൊടുക്കേ? അവള് ഫുള്ള് കഴിച്ചു. അയ്യോ എടി താന്ന് ഓടിയോ, ഒഴിഞ്ഞു ഓടി. ബോറടിക്കും. അപ്പോൾ കേക്ക് കട്ടിങ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേക്ക് കട്ടിങ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റെയിൻബോ കേക്ക്. സംഭവം കാണാനും സൂപ്പറായിരുന്നു, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് കൂടുതലും നമ്മൾ ഇതിനിടയിൽ വെച്ച ഫ്രോസ്റ്റിങ്ങിൻ്റെ ആണ് ടേസ്റ്റ്. അല്ലെങ്കിൽ ഇതിനകത്ത് ഓരോ കളറിനും ഓൾമോസ്റ്റ് എല്ലാം സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ അതിനകത്ത് ഒഴിക്കുന്ന ഷുഗർ സിറപ്പിൻ്റെ ഒക്കെ ഒരു ഇതിലാണ് ആ കേക്കിന് മൊത്തത്തിൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും ഞാനും എൻജോയ് ചെയ്തു. അങ്ങനെ ഒരു കേക്ക് ഒരു ചെറിയ എന്താണ് കുത്തബ് മിനാർ പോലൊക്കെ ഇരുന്നെങ്കിലും അത്യാവശ്യം വലിയ തട്ടുകേടില്ലാതെ ആ കേക്ക് റെഡിയായി വന്നതിൽ ഒത്തിരി സന്തോഷം. പിന്നെ നമ്മൾ ഫുഡ് അടിച്ചു, വാചകം അടിച്ചു, കുറച്ച് നേരം കൂടെ ഒരു എല്ലാവരും വാചകം അടിച്ച് അവിടെയൊക്കെ തന്നെ ഇരുന്നു. പിന്നെ എന്താണ് ഒരു 9-10 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പിരിഞ്ഞത്. കുറേ നാൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ച്, എല്ലാ ദിവസവും ഫോൺ വിളിക്കും, എന്നാലും നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ബർത്ത്ഡേ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ സ്റ്റിൽ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് ഈ വ്ളോഗ് താമസിച്ചത് വരാനായിട്ട്. അപ്പോൾ
ഇനി അടുത്തൊരാഴ്ചയും കൂടെ കഴിയുമ്പോൾ ഞാൻ ഫുള്ളി യൂട്യൂബിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. കുറച്ച് പണികളും കൂടെ എനിക്ക് തീർക്കാനുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ടാറ്റ, ബൈ.